ഹായ് ഹലോ, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലാക്കിൻ്റെ ഒരു ഡബിൾ ലൈൻ മാലയാണ്. അപ്പം ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതേ കസ്റ്റമറിൻ്റെ ഇഷ്ടമുള്ള മാലയുടെ ഒരു പാറ്റേൺ ഇതാണ് ഏകദേശം. അപ്പം നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു മാല ചെയ്യണം. അപ്പം കുറച്ച് മുത്തുകളൊക്കെ കുറവുണ്ട്. അപ്പം അതുകൊണ്ട് ഉള്ളത് വെച്ച്, അതായത് എൻ്റെ കയ്യിലുള്ള മുത്തുകൾ വെച്ച് എങ്ങനെയാണോ അപ്പം ഒരു ഡബിൾ ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ ബ്ലാക്ക് ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സീറോ മണിയാണ് ചെയ്യുന്നത്. സീറോ മണി ഇടയ്ക്കിടുന്നുണ്ട്. അപ്പോൾ സീറോ മണി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബീഡാണ് നമുക്ക് അതിൻ്റെ ഇടയ്ക്കിടേണ്ട അടുത്ത ബീഡ് ഇതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഡബിൾ ലൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 3 മണിയാണ് ഇടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള ബ്ലാക്ക് ബീഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മണിയാണ് നമ്മൾ ഇടയ്ക്കിടുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ചെയിൻ നമ്മളൊന്ന് 3 ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇടയ്ക്ക് ഇട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ സൂചിക്കും നൂലിലുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ കൊരുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് മണിയാണ് ആദ്യം കൊരുക്കുന്നത്. ഒരു ബ്ലാക്ക് മണി, നമ്മളുടെ ഒരു ഗോൾഡ് ബീഡാണ് ഇടുന്നത്, സീറോ മണി. നമ്മൾ രണ്ടാമത്തെ ബ്ലാക്ക് ബീഡ് ഇട്ടു, ഞാൻ സീറോ മണി ഇട്ടു. ഇതുപോലെ നമുക്കൊരു 10 ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന മാലകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്നത് ഡബിൾ ലൈനാണ്. ഡബിൾ ലൈനിൻ്റെ വൈറ്റും ബ്ലാക്കുമാണ് നമുക്ക് ഒരുപാട് സെയിലായിട്ട് പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഗോൾഡ് മാല പോലെ തന്നെയാണ് അതിരിക്കുന്നത് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും മൂവ്മെൻ്റ് ഉള്ളത് നമുക്ക് കേട്ടോ. ഓക്കെ, നമ്മൾ ബ്ലാക്ക് ബീഡ് നമ്മൾ കൊരുത്ത് കഴിഞ്ഞു. കണ്ടോ? പിന്നെ നമ്മൾ അടുത്ത സൈഡിലുള്ള ബ്ലാക്ക് ബീഡ് നമ്മൾ കൊരുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ 10 മുത്തും സീറോ മണിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തിട്ട് നമുക്ക് ഇടയ്ക്കുള്ള കണക്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. കണക്ടറിന് പകരം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെയിൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതാ ഈ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ 3 വട്ടം പോലെ അങ്ങനെ അത്രയുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ആദ്യത്തെ ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ ഒരു സൂചി കയറ്റിയിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഒരു ഹോൾ ഇട്ടേക്കണം. അതിന് ഏറ്റവും അറ്റത്ത് ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ അടുത്ത സൂചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഗോൾഡാണ്. ഈ ഒരു ഗോൾഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഗോൾഡും ഒരു സീറോ മണിയും അടുത്ത ഗോൾഡും പിന്നെ ഒരു സീറോ മണി പിന്നെ ഒരു ഗോൾഡ്, അങ്ങനെ നമ്മൾ 3 ഗോൾഡാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ 3 ഗോൾഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത സൈഡിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം 3 ഗോൾഡ്. ആദ്യത്തെ ഗോൾഡ് ഇട്ടു, നമ്മളൊരു സീറോ മണി ഇട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഈ അടുത്ത കണക്ടർ വെച്ച് നമ്മളിതങ്ങ് ക്ലോസ് ചെയ്യണം. കണ്ടോ? അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി അടുത്ത സെറ്റ് 10 മുത്ത് കൊരുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് ഒന്നിച്ച് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ സൈഡ് റിങ്ങൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്താ സൈഡ് റിങ്ങാണ് നമുക്കിത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സൈഡിൽ കെട്ടിക്കൊടുക്കാമേ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ സൈഡ് റിങ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇത് കെട്ടാം. കണ്ട നമ്മളപ്പോൾ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയോട് നമുക്ക് നല്ല കെട്ടി ഫിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് അത് ഓരോ കൊളുത്തിൻ്റെ ഓരോ സൈഡ് റിങ്ങിലോട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു മാലയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഭയങ്കര ചിലവൊന്നും നമുക്ക് വരത്തില്ല. അടിപൊളിയായിട്ട് നമുക്കിത് ഇതുപോലത്തെ മാലകൾ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സ്വർണ്ണത്തിനെ പോലും വെല്ലുന്ന ടൈപ്പിലുള്ള ഗോൾഡ് നമ്മളുടെ ഹാൻഡ് മെയ്ഡ് മാലയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലത്തെ മാലകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.